മോദി എന്ന യാഗാശ്വത്തെ ആര് പിടിച്ചു കെട്ടും? ഇതാണ് പ്രതിപക്ഷ നിരകളിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഒരു മുഖം മുന്നോട്ട് വന്നത് രാഹുൽ ഗാന്ധിയുടേതാണ്. പക്ഷെ 3 തെരഞ്ഞെടുപ്പുകളിലും രാഹുൽ ഗാന്ധിക്ക് വേണ്ടതുപോലെ തിളങ്ങാൻ കഴിഞ്ഞില്ല എന്ന നിരീക്ഷണത്തിൽ നിന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധി അതിശക്തമായി രംഗത്ത് വരികയാണ്. അദ്ദേഹം പ്രിയങ്ക ഗാന്ധി മോദിയെ പേരെടുത്ത് പറഞ്ഞ് ഓരോരോ കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട്, സംവിധായകരെ ഓർപ്പിച്ചുകൊണ്ട് അതിശക്തമായ നിശ്ചിതമായ വിമർശനങ്ങളാണ് അഴിച്ചുവിടുന്നത്. അത് ഏറെ വാർത്താ പ്രാധാന്യവും ജനശ്രദ്ധയും നേടുന്നുണ്ട് എന്നതാണ് വാസ്തവം. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയങ്ക ഗാന്ധി വദ്ര നടത്തിയ ചില പരാമർശങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. കല്യാണ വീട്ടിലെ അലർന്ന അമ്മാവൻ, അതാണ് മോദിയെക്കുറിച്ചുള്ള പ്രിയങ്കയുടെ ഉപമ. കല്യാണ വീടുകളിൽ നമുക്കറിയാം, കാരണവര സ്ഥാനത്ത് നിന്നുകൊണ്ട് അമ്മാവൻ എല്ലാം നയിച്ച് എല്ലാവരെയും കൺട്രോൾ ചെയ്ത് ഒരു വൺ മാൻ ഷോ ആണ്. അപ്പൊ മോദിയുടെ വൺ മാൻ ഷോ, പക്ഷെ അതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, എല്ലാം താൻ നയിക്കുന്നു, എല്ലാം മോദിമയം. അവിടെ നായകനും പ്രതിനായകനും വില്ലനും എല്ലാം തന്നെ മോദി തന്നെയാണ്. അതിന്റെ അനൗചിത്യം ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ടാണ് കല്യാണ വീട്ടിലെ അമ്മാവൻ എന്ന പ്രയോഗം അവിടെ നടത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, മോദി നാരീശക്തിയെക്കുറിച്ച് വാചാലനായി സംസാരിക്കുന്നു. എന്നാൽ പ്രിയങ്ക ഗാന്ധി എണ്ണി എണ്ണി പറയുന്നു, മണിപ്പൂർ കലാപത്തിൽ വിവസ്ത്രരായി പരേഡ് ചെയ്യപ്പെട്ട സ്ത്രീകളുടെ മാനം, അത് വെച്ച് അമ്മാനമാടുകയാണോ മോദി? അതൊന്ന്. 2, ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട വിവാദം. ഹരിയാനയിലും വെസ്റ്റേൺ ഉത്തർപ്രദേശിലും ഡൽഹിയിലും ഒക്കെ ആഞ്ഞടിച്ച ആ വിവാദം, ബ്രിജ് ഭൂഷൺ ശരത് സിംഗിന്റെ, BJP നേതാവാണ്, MP ആണ്, അദ്ദേഹം ലൈംഗികമായി ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ചു എന്ന പരാതി നിലനിൽക്കെ അദ്ദേഹത്തിനെതിരെ ഒരു മെല്ലപ്പോക്ക് നയമാണ് BJP സ്വീകരിച്ചിരുന്നത്. അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നയം സ്വീകരിച്ചതിനെതിരെ പ്രിയങ്ക ഗാന്ധി കടന്നാക്രമിക്കുന്ന, ഒരു സ്ത്രീപക്ഷവാദിയായ, ഒരു സ്ത്രീയായ പ്രിയങ്ക ഗാന്ധി കടന്നാക്രമിക്കുന്ന കാഴ്ചയും കണ്ടു. അതിനേക്കാൾ എല്ലാം പ്രധാനപ്പെട്ട കാര്യമാണ് പ്രജ്വൽ രേവണ്ണയുടെ സംഭവം. ആയിരക്കണക്കിന് അശ്ലീല വീഡിയോ ക്ലിപ്പുകൾ താൻ തന്നെ ഷൂട്ട് ചെയ്തതും താൻ ഉൾപ്പെടുന്നതുമായ 2974 വീഡിയോ ക്ലിപ്പുകൾ, അശ്ലീല വീഡിയോ ക്ലിപ്പുകൾ വ്യാപകമായി കർണാടകയിൽ പ്രചരിപ്പിക്കപ്പെട്ടു. അദ്ദേഹം ജനതാദൾ സെക്യുലറിന്റെ MP ആണ്. ഇപ്പോൾ നിലവിൽ ഹാസൻ മണ്ഡലത്തിലെ MP ആണ്. അത് മാത്രമല്ല, മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡയുടെ ചെറുമകനാണ്. മകൻ HD രേവണ്ണയുടെ മകനാണ് പ്രജ്വൽ രേവണ്ണ. മുമ്പ് തന്നെ ജനതാദളിനെ കുറിച്ചൊരു പരാതിയുണ്ട്. ഇതൊരു കുടുംബ പാർട്ടിയാണ്. ലാലു പ്രസാദ് യാദവിന്റെ രാഷ്ട്രീയ ജനതാദളിനെ പോലെ തന്നെ കർണാടകയിലെ ജനതാദൾ സെക്യുലർ അത് ഒരു കുടുംബ പാർട്ടിയാണ്, ഗൗഡ പാർട്ടിയാണ്. വേണമെങ്കിൽ പറയാം, വൊക്കലിഗർക്ക് നിർണായക സ്വാധീനമുള്ള തെക്കൻ പ്രദേശങ്ങൾ, കർണാടകത്തിന്റെ തെക്കൻ പ്രദേശങ്ങൾ, ഓൾഡ് മൈസൂർ മേഖല, ഹാസൻ മേഖല, അതുപോലെ ബാംഗ്ലൂരിന് ചുറ്റുപാടുമുള്ള പ്രദേശം, ഇവിടെയൊക്കെ തന്നെ വളരെ വലിയ വൊക്കലിക സാന്നിധ്യമുണ്ട്. അവിടെ നിന്ന് വലിയൊരു നേതാവ് ഉയർന്നു വരുന്നു. ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രി കൂടിയായ DK ശിവകുമാർ, കോൺഗ്രസിന്റെ നേതാവാണ്. അവിടെ ദേവഗൌഡയുടെ ഫാമിലിയുടെയും ജനതാദളിന്റെയും അവശേഷിക്കുന്ന പിൻബലം മുതലാക്കാനാണ് ഭാരതീയ ജനതാ പാർട്ടി അവസാന നിമിഷം, ഏതാനും മാസം മുമ്പ്, 2-3 മാസം മുമ്പ് ജനതാദളുമായി ഒരു ബന്ധം തുടരുന്നത്. മുൻപ് ബന്ധമുണ്ടായിരുന്നു, അത് പിരിഞ്ഞതാണ്. വീണ്ടും മുന്നണിയിലേക്ക് വരികയാണ്. NDA മുന്നണിയിലേക്ക് ജനതാദൾ സെക്യുലർ കടന്നു വരുമ്പോൾ ഇത് വലിയ ബാധ്യതയാണ്. പ്രജ്വൽ രേവണ്ണ ഒരു ബാധ്യതയാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ BJP നേതാക്കളെ, കേന്ദ്ര നേതാക്കളെ അറിയിച്ചതാണ്. നരേന്ദ്രമോദിയെയും അതുപോലെ അമിത്ഷായും അറിയിച്ചതാണ്. ഇതെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് അതിന് മുമ്പ് തന്നെ, 1 വർഷം മുമ്പ് തന്നെ ഇങ്ങനെയുള്ള വീഡിയോകളെ കുറിച്ചുള്ള ഒരു സംസാരം ഉണ്ടായിരുന്നു. അദ്ദേഹം കോടതിയിൽ പോയി, പ്രജ്വൽ രേവണ്ണ കോടതിയിൽ പോയി അത് ഭാഗികമായി തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഏത് നിമിഷവും കുടത്തിൽ നിന്നും ഭൂതം വെളിയിൽ ചാടാം എന്നറിയാമായിരുന്നു. ആയിരക്കണക്കിന് പെൻഡ്രൈവുകളാണ് പൊതുസ്ഥലങ്ങളിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് പ്രത്യക്ഷപ്പെടുന്നത്. 26-ാം തീയതി കേരളം തെരഞ്ഞെടുപ്പിലെ പോയ അതേ ദിവസം തന്നെ കർണാടകത്തിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നു. അതിൽ ഒരു മണ്ഡലം തന്നെ ആയിരുന്നല്ലോ ഹാസൻ മണ്ഡലം. പ്രജ്വൽ രേവണ്ണ, ഈ വിവാദം ആയിരക്കണക്കിന് പെൻഡ്രൈവുകളിലൂടെ എത്രയോ പേരിലേക്കാണ്, ലക്ഷക്കണക്കിന് പേരുകളിലേക്കാണ് ഈ ചിത്രങ്ങൾ എത്തുന്നത്. ഈ ചിത്രങ്ങളുടെ ആധികാരികത സംശയിക്കപ്പെടാമെങ്കിൽ പോലും ഇതൊരു വസ്തുതയാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നത് വലിയ തോതിൽ ജനതാദളിനെ മാത്രമല്ല, ഗൗഡ ഫാമിലിയെ മാത്രമല്ല, മറിച്ച് ഭാരതീയ ജനതാ പാർട്ടിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ,
28 മണ്ഡലങ്ങളിൽ, കർണാടകത്തിലെ 28 മണ്ഡലങ്ങളിൽ വളരെ വലിയ പ്രതീക്ഷയാണ് ബി ജെ പി. കഴിഞ്ഞ പ്രാവശ്യം 26 മണ്ഡലങ്ങൾ വിജയിയായിരുന്നു. ഒരു സീറ്റ് കോൺഗ്രസിനും ഒരു സീറ്റ് ജനതാദളിനും പോയി. ഇപ്രാവശ്യം തൂത്തുവാരാമെന്ന മോഹമാണ് ഇവിടെ പൊലിയുന്നത്. ഇവിടെ ജനതാദൾ എന്ന സഖ്യകക്ഷിക്ക് വരുന്ന വലിയ ഒരു ക്രെഡിബിലിറ്റി ക്രൈസിസ് അത് ബി ജെ പിയെ ബാധിക്കാതിരിക്കില്ല എന്നത് തന്നെയാണ്. ഇനി 14 സീറ്റുകൾ അടുത്ത ഘട്ടത്തിൽ വോട്ടെടുപ്പിന് പോകാനുമുണ്ട്. അത് വളരെ വലിയത്. അവിടെ പ്രിയങ്ക ഗാന്ധി ഈ സംഭവം വളരെ വ്യാപകമായി ഏറ്റെടുത്തൊരു കാഴ്ചയാണ് കാണുന്നത്. സ്ത്രീ സംരക്ഷകൻ എന്ന് പൊതുവെ നടിക്കുന്ന നരേന്ദ്രമോദി സ്ത്രീ പീഡകനായ നൂറുകണക്കിന് സ്ത്രീകളെ പീഡിപ്പിച്ച, ബലാത്സംഗം ചെയ്ത ഒരു ആളെ അദ്ദേഹത്തിന് തോളിൽ തട്ടി 10 ദിവസം മുമ്പ് തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കുന്ന ചിത്രങ്ങൾ സഹിതം പ്രിയങ്ക ഗാന്ധി കത്തിക്കേറുന്ന കാഴ്ചയാണ് കണ്ടത്. മാത്രമല്ല, ഇന്ത്യയുടെ നിലനിൽപ്പിന് വേണ്ടി ഗാന്ധി നെഹ്റു ഫാമിലി, അത് നെഹ്റുവിന്റെ മകളായ ഇന്ദിരാഗാന്ധിയും ഇന്ദിരാഗാന്ധിയുടെ മകനായ രാജീവ് ഗാന്ധിയും ഒക്കെ ജീവൻ വെടിഞ്ഞത് പ്രത്യേകമായി വൈകാരികമായി ഓർപ്പിച്ചുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രസംഗങ്ങൾ. ഇന്ദിരാഗാന്ധിയുമായി, തന്റെ മുത്തച്ഛിയായ ഇന്ദിരാഗാന്ധിയുമായുള്ള രൂപസാദൃശ്യം പരമാവധി പ്രയോജനപ്പെടുത്താൻ പ്രിയങ്ക ഗാന്ധി അതിന്റെ ഓരോ ചലനങ്ങളും സംസാര രീതിയും എല്ലാം തന്നെ, ജനങ്ങളോട് സംവദിക്കുന്ന രീതി എല്ലാം തന്നെ പഴയ തലമുറക്കാർക്ക് ഇന്ദിരാഗാന്ധിയെ അനുസ്മരിക്കുന്ന രീതിയിൽ പ്രിയങ്ക ഗാന്ധി പ്രവർത്തിക്കുകയാണ്. ഇവിടെ ഉയരുന്ന ചോദ്യം, പ്രിയങ്ക മോദിക്ക് മതിയായ എതിരാളിയാണോ? രാഹുൽ ഗാന്ധിയെ വീണ്ടും വീണ്ടും അവതരിപ്പിച്ച് രാഹുൽ ഗാന്ധിക്ക് എത്രത്തോളം പോകാം, ഏതറ്റം വരെ പോകാം എന്നതിനെ കുറിച്ച് സംവിധായകർക്കും നിരീക്ഷകർക്കും ഒരു അഭിപ്രായമുണ്ട്. അതിനപ്പുറം പോകാനാവില്ല എന്നതാണ്. ജോഡോ യാത്രയൊക്കെ വിജയകരമായി നടത്തിയെന്ന് കോൺഗ്രസ് അഭിമാനിക്കുമ്പോൾ പോലും. പക്ഷേ പ്രിയങ്ക റിലേറ്റീവ്ലി അൺടെസ്റ്റഡ് പേഴ്സൺ ആണ്. ഒരു താര പ്രചാരകയായി പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ എന്താണ് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് രംഗത്ത് സംഭവിക്കുക? ഇന്ത്യ മുന്നണിക്ക് അത് ഉണർവാകുമോ? അതോ പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ അല്ലെങ്കിൽ അമേഠിയിൽ തളച്ചിടപ്പെടുമോ? അവിടെ മത്സരിക്കണമെന്ന മുറവിളി ഗാന്ധി നെഹ്റു ഫാമിലിയുടെ തട്ടകമായ റായ്ബറേലിയിലും അമേഠിയിലും ഉള്ള ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികളെ, കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതിലൊന്നിൽ, പ്രത്യേകിച്ചും ഇന്ദിരാഗാന്ധി പ്രതിനിധാനം ചെയ്ത റായ്ബറേലിയിൽ, പിന്നീട് സോണിയാഗാന്ധി പ്രതിനിധാനം ചെയ്തിരുന്ന റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും എന്ന ഒരു പ്രതീതി ഇവിടെ ജനിക്കുന്നു. പക്ഷെ അങ്ങനെ മത്സരിച്ചാൽ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു താരപ്രചാരകയായി കോൺഗ്രസിന് വേണ്ടി ഓടി നടക്കാൻ പ്രിയങ്കയ്ക്ക് സമയം ലഭിക്കുമോ എന്നതും മറ്റൊരു ചോദ്യമാണ്. അതുകൊണ്ട് എല്ലാ കണ്ണുകളും പ്രിയങ്ക ഗാന്ധിയിൽ കേന്ദ്രീകരിക്കുന്ന ഈ സമയത്ത് പ്രിയങ്ക ഗാന്ധിക്ക് മോദിയുടെ തേരോട്ടത്തെ സമൃദ്ധമായി തടഞ്ഞു നിർത്താനും കോൺഗ്രസ് പാർട്ടി വിജയസോപാനത്തിലെത്തിക്കാനും കഴിയുമോ എന്നത് ഒരു ചോദ്യമായി അവശേഷിക്കുന്നു.